ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടോപ്പിലാണ് ഇന്ന് ഞാൻ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ നെഗിൽ ഇവിടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എൻഡിലും ഒന്ന് കുറച്ച് താഴ്ന്നിട്ടും. ആ താഴ്ത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിൽ കൂടെയാണ് ഞാനിന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതൊരു ഓൾഡ് ടോപ്പ് ആയതുകൊണ്ട് ഞാനൊന്ന് കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഫസ്റ്റ് 2 സ്ട്രാൻഡ്സ് നൂലെടുത്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഈ ലൈനിൽ കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണാമല്ലോ. ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇവിടെ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് വെച്ച് ഞാനിങ്ങനെ അളന്ന് അതുപോലെ ഇവിടെ എല്ലായിടത്തും നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. വീഡിയോയിൽ ഇത് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ നമുക്ക് അളന്ന് കൊടുത്താൽ മതി. എന്നിട്ടിങ്ങനെ ചേർത്ത് വരച്ച് അതിലും ഞാനിങ്ങനെ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ റെഡ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സ് നൂലെടുത്തിട്ടുണ്ട്. ഈ ഫ്രഞ്ച് നോട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 സ്ട്രാൻഡ്സ് നൂലെടുത്തത്. ഇത് ഫുള്ളും അങ്ങനെ ഈ ഫ്രഞ്ച് നോട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ടൊരു നെക്ക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഈ പ്ലേസിൽ ഇതിൻ്റെ ഈ സീക്വൻസൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്, ഈ സ്റ്റോണുകളൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രീൻ കളർ വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല, ഇതിനെക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക്
ഡിഫറെൻ്റായിട്ട് വേണമെന്ന് തോന്നിയാൽ ഇവിടെ ലോങ് ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. റെഡും ഗ്രീനും മാറി മാറി ഇങ്ങനെ ഓരോ ലോങ് ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ ലേസി ഡേസി സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും നന്നായിരിക്കും. ഇതുപോലത്തെ ഡിസൈൻ നിങ്ങൾ സ്ലീവിൽ അതുപോലെ എൻഡിൽ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ ടോപ്പിൽ തന്നെ ഇതാ ഇവിടെ എൻഡിൽ ഈ ഭാഗത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല നമ്മുടെ ഈ സൈഡ് ഓപ്പൺ ഉണ്ടല്ലോ, ആ ഭാഗത്തും ആ ഓപ്പൺ വരുന്ന ഈ ഭാഗത്തിൽ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് താഴെ അറ്റം വരയ്ക്കും. രണ്ട് സൈഡും ഫ്രണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കാണാൻ നല്ല രസമായിരിക്കും. ഓക്കെ, താങ്ക് യു.